എബി, വെടിക്കെട്ട് തുടങ്ങിയോ? പകൽപൂരത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് തുടങ്ങിയോ? എബിക്ക് കേൾക്കാമെങ്കിൽ. ഇപ്പോൾ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. രണ്ട് ദേവതമാരും ഈ ദേവികളും ഈ ശ്രീമൂലസ്ഥാനത്തിന് അപ്പുറവും ഇപ്പുറവുമായി നിന്ന് ഉപചാരം ചൊല്ലി പിരിയുന്ന ഒരു കാഴ്ച അല്പസമയം മുമ്പാണ്. ഏറ്റവും വൈകാരികമായി തന്നെയുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. കണ്ടതിന് ശേഷം ആണ് നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് ഉണ്ടായിരുന്ന ഒരു വലിയ ജനത്തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അവരെ എല്ലാവരെയും തന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുപോയിരിക്കുന്നു. ഇനി അല്പസമയത്തിനകമാണ് ഈ പകൽപൂരത്തിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് ആരംഭിക്കുക. തീർച്ചയായും എബി, അതായത് ഈ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് എന്നത് അക്ഷരാർത്ഥത്തിൽ കാണാം. കാരണം ഇന്നലെ വരെ വിശദമായി നിന്നിരുന്ന ഒരു ജനസഞ്ചയം, പുരുഷാരം, അതാണ് ഇന്ന് ഇതാ പിരിയുന്നത്. ഉപചാരം ചൊല്ലി പിരിയുന്ന ചടങ്ങുകളൊക്കെ തത്സമയം ഞങ്ങൾ വീക്ഷിച്ചതാണ്. എബിയിലേക്ക് നമുക്ക് കേൾക്കാം. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. ആദ്യം തൊട്ട് പറഞ്ഞ പോലെ സേഫ്, സെക്യൂർ ആൻഡ് ഹാപ്പി പൂരമാണ് ഞങ്ങളുടെ ടാർഗറ്റ്. അതുപോലെ ആയിട്ടുണ്ട്. അത് കൂടാതെ ഞങ്ങൾ പ്രോമിസ് ചെയ്ത പോലെ ഈ തവണ പൂരത്തിന്റെ VVIPs സ്ത്രീകളും ഭിന്നശേഷിക്കാരുമാണ്. ഇന്നലെ അവർക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം വളരെ ഹാപ്പി ആയിട്ടാണ് അവർ ആസ്വദിച്ചത്. തീർച്ചയായിട്ടും ഇറ്റ്സ് വെരി സാറ്റിസ്ഫൈങ്. എങ്ങനെയുണ്ടായിരുന്നു പൂരത്തിന്റെ ഒരു അനുഭവം? ഞാനൊരു പുതിയ ആളാണ് ഇവിടെ, എന്നാലും നല്ല രീതിയിൽ അത് നടത്താൻ കഴിഞ്ഞു. നാട്ടുകാരുടെയും ദേവസ്വങ്ങളുടെയും സഹകരണത്തോടു കൂടി നല്ല രീതിയിൽ നടത്താൻ പറ്റിയതുകൊണ്ട് ഒരു വിജയമായിട്ടാണ് കാണുന്നത്. ഒരു ജനത്തിരക്കായിരുന്നു ഇത്തവണ, മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിലൊരു വലിയ ജനത്തിരക്ക് ഇത്തവണ അനുഭവപ്പെട്ടിരുന്നു. അതിന് എങ്ങനെയാണ്? ശരി, അത് ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് 16ഓളം തവണ നമ്മൾ മീറ്റിംഗ് നടത്തി കൃത്യമായി ബ്രീഫ് ചെയ്ത് ആ രീതിയിലാണ് ഇത് സക്സസ് ആയത് എന്ന് വേണം പറയാൻ. പൂരത്തിന്റെ ഈ ഗംഭീരമായി നടത്തിയതിനുള്ള ഒരു നന്ദി മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ നൽകുകയാണ്. എന്തായാലും ഇതുപോലെ ഇത്തരത്തിൽ പൂരം ഏറ്റവും മനോഹരമായി തന്നെ അതിന്റെ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ അവസാനമായി നമുക്ക് ഇനി ഈ ദിവസത്തെ ഈ പകൽപൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ, നിരവധിയായിട്ടുള്ള ആളുകൾ അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് ഇവരെല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് പോയത്. അത് ഈ പോലീസ് സംവിധാനം അതിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അവർ ഊണും ഉറക്കവും ഒഴിച്ച് അവർ നടത്തിയിട്ടുള്ള എഫേർട്ടിനെ, അതെന്തായാലും അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിനെ മറന്നുകൊണ്ട് ഈ പൂരത്തിന്റെ അവസാനത്തെ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ അതിനെ നമ്മൾ മറക്കാൻ ഒരു തരത്തിലും കഴിയില്ല. അതുപോലുള്ള സേവനം തന്നെയായിരുന്നു അവരുടെ ഭാഗത്ത്. ഏതാണ്ട് 4000-ന് മുകളിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവർ ഈ ഒരു പൂരം ഏറ്റവും വിജയകരമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്, സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട്, ഇത് നേരത്തെ ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണത്തെ പൂരത്തിൽ സ്ത്രീകളും വിശിഷ്ടാതിഥികൾ തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു സ്ത്രീകൾക്കുള്ള കൃത്യമായിട്ടുള്ള സുരക്ഷ, പ്രത്യേകമായിട്ടുള്ള പവലിയൻ ഒരുക്കുക തുടങ്ങിയ വിഷയങ്ങളെല്ലാം വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു. അതിനെല്ലാം വളരെ മനോഹരമായി തന്നെ കൈകാര്യം ചെയ്യാനും പൂരം ഏറ്റവും മനോഹരമാക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും നമുക്ക് അവസാന സമയത്ത് പറയാൻ കഴിയും. ഇനിയിപ്പോൾ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. അതിനുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ ഉണ്ടായിരുന്ന ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ആളുകളെ മുഴുവൻ ഏതാണ്ട് പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത് വളരെ വേഗം നടത്തിയ ഒരു നടപടി തന്നെയാണ്. അതും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇന്നലെ നമ്മൾ കണ്ട എബിയാണ് അവിടെ നിന്നും തത്സമയമുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും പകൽപൂരത്തോടുകൂടി ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടുകൂടി തൃശൂർ പൂരത്തിന് പരിസമാപ്തിയാകുന്നു.